ആദ്യം വേണ്ടത് പാവടയ്ക്ക് എത്ര ഇഞ്ചാണ് നീളം വേണ്ടത് എന്നുള്ളത് നോക്കാം. നമ്മുടെ ഓരോ കുട്ടികളുടെ നീളത്തിനനുസരിച്ചിട്ടല്ല പാവട വേണ്ടത്. പാവട അളവെടുക്കുന്ന സമയത്ത് ബോഡിയിൽ അളവെടുക്കുന്ന സമയത്ത് നമ്മുടെ വലുതാണെങ്കിലും ശരി കുട്ടികൾക്കാണെങ്കിലും ശരി കേട്ടോ, നമ്മുടെ ആ ഒരു എന്താ പറയുക ബെല്ലി ബട്ടൺ, അതായത് പൊക്കിളില്ലേ, ആ പൊക്കിളുടെ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നമ്മുടെ കാലിൻ്റെ ഏറ്റവും തറയിൽ നമ്മുടെ ടേപ്പ് വെക്കുന്ന രീതിയിലുള്ള നീളം, അതാണ് കറക്റ്റായിട്ട് വൃത്തിയായിട്ട് എടുക്കുള്ളൂ പാവട എടുക്കുമ്പോൾ. അങ്ങനെ എടുത്താൽ മതി പാവടക്ക് അളവ് എടുക്കുമ്പോൾ. പിന്നെ ഈ വയറ് കാണുന്ന രീതിയിലുള്ള പാവടക്ക് നമ്മൾ തയ്ക്കണമുണ്ടല്ലോ, അതായത് ഷോർട്ടായിട്ടുള്ള ജമ്പറും അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള ചെറിയ ടോപ്പും വയറ് കാണുന്ന രീതിയിലുള്ള പാവടക്ക് നമ്മൾ കുട്ടികൾക്ക് തയ്ച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ലെങ്ത്ത് കുറച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ടത് ലെങ്ത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയതിന് ശേഷം പിന്നെ അവിടുത്തെ ചുറ്റളവ്, ഇവിടുത്തെ വണ്ണാണ് വയറിൻ്റെ ചുറ്റളവ് കറക്റ്റ് അളവായിട്ട് പിടിക്കട്ടെ, ലൂസൊന്നും കൂട്ടരുത്. കറക്റ്റ് അളവായിട്ട് തന്നെ അവിടെ അളവെടുക്കാം, മാർക്ക് ചെയ്യാം. വണ്ണം വയറിൻ്റെ ഭാഗത്തെ വണ്ണം എടുക്കാം. എന്നിട്ട് ഒന്നുകൂടി പറയാം അതെ, നമുക്ക് ആവശ്യമായിട്ടുള്ള പട്ടുപാവടയുടെ നീളം, പാവടയുടെ ജമ്പറിൻ്റെ അല്ല പാവടയുടെ നീളം, അത് എത്ര ഇഞ്ചാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം. അതിനുശേഷം വണ്ണം, വയറിൻ്റെ ഭാഗത്തെ വണ്ണം, അതായത് നമ്മളെ പാവട ലോക്ക് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ അവിടുത്തെ വണ്ണം, ആ വണ്ണം എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ലൂസ് കൂട്ടാനും ടൈറ്റ് കൂട്ടാനും ഒന്നും നിൽക്കണ്ട, കറക്റ്റ് ആ വണ്ണം എത്ര ഇഞ്ചുണ്ട് എന്നുള്ളത് നോക്കാം. ഇത് രണ്ടും മാത്രമായിട്ടൊന്ന് എഴുതി വെക്കാം, നീളവും ഇവിടുത്തെ വണ്ണവും മാത്രമായിട്ട് എഴുതി വെക്കാം. അതിനുശേഷം പട്ടുപാവടയ്ക്ക് നമ്മൾ നീളം മാർക്ക് ചെയ്യുമ്പോൾ ക്ലോത്ത് എത്രയാണ് വേണ്ടത്, പാവടയുടെ ക്ലോത്ത് എത്ര ഇഞ്ചാണ് വേണ്ടത് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങളെടുത്ത വണ്ണം ഉണ്ടല്ലോ, നീളം നമുക്ക് ഓക്കെ, നമ്മുടെ ക്ലോത്തിനനുസരിച്ച് നീളം ഇത്ര കിട്ടി വേണമെങ്കിൽ തയ്യത്തുമ്പോൾ ഇത്ര കൂടുതൽ എടുക്കാന്നുള്ള രീതിയിൽ നീളം നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും അല്ലേ. ഇതിൻ്റെ വീതി എങ്ങനെയാണ് കണക്കാക്കുക, അതായത് ഞൊറുവായിട്ട് നമ്മൾ ഇടുന്നുണ്ടല്ലോ, ആ ഞൊറുവ് എങ്ങനെയാണ് കണക്കാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അരവണ്ണം നമ്മൾ എടുക്കുമല്ലോ, ആ അരവണ്ണം എത്ര ഇഞ്ചാണോ കിട്ടിയത് അതിൻ്റെ 3 ഇരട്ടിയായിട്ട് നമുക്ക് ക്ലോത്ത് വേണം. ഏത് ക്ലോത്ത് ഇങ്ങനെയുള്ള നീളം, ക്ലോത്തിൻ്റെ നീളം, നമ്മുടെ ഇതിൻ്റെ നീളം, നമ്മളെടുത്ത അളവിൻ്റെ നീളം അല്ല കേട്ടോ. ഈ നീളം വീതി പറയുമ്പോൾ നല്ല കൺഫ്യൂഷൻ വരും നിങ്ങൾക്ക് അല്ലേ, ഉണ്ടാ? ഓക്കെ, ആ 3 ഇരട്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞത് എന്താണ്, 3 ഇരട്ടിയും വേണം, പ്ലസ് തയ്യൽത്തുമ്പോൾ ഓരോ 2 അറ്റത്തേക്കും തയ്യൽത്തുമ്പോൾ ഓരോ ഇഞ്ച് തയ്യൽത്തുമ്പോൾ അത് വേറെ വേണം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് 3 ഇരട്ടിയായിട്ട് എടുക്കുന്നത്? 2 ഇരട്ടി എടുത്തെന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഞൊറി വിട്ട് കൊടുക്കുന്നത് എങ്കിൽ നമ്മുടെ അരവണ്ണത്തിൻ്റെ 2 ഇരട്ടിയെങ്കിലും വേണമെന്നുള്ളതാണ്. അതല്ല ഫില്ലായിട്ടാണ് നമ്മൾ ഞൊറി വിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 3 ഇരട്ടിയായിട്ട്, അരവണ്ണത്തിനേക്കാൾ 3 ഇരട്ടിയായിട്ട് നീളം ക്ലോത്ത് എടുക്കണം എന്നാണ്. അതെന്താ കാര്യം എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതിൽ നിൽക്കണം, ഇങ്ങനെയാണ് ഇതിൻ്റെ അരവണ്ണം, ഇത്രേ ഉള്ളൂ, ഇവിടുന്ന് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അരവണ്ണം ടോട്ടലി ഇവിടുന്ന് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ 3 ഇരട്ടിയായിട്ടാണ് ഞാനിപ്പോൾ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം ഇവിടെ, രണ്ടാമത്തേത് ഇത്, മൂന്നാമത്തേത്, ഇങ്ങനെ 3 ഇരട്ടിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് എന്താ പറയുക, ഞൊറി ഇട്ട് കൊടുക്കുമ്പോൾ, പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാനൊന്ന് പ്ലീറ്റ് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. ഇവിടെ ഗ്യാപ്പ് ഇല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതെ, പ്ലീറ്റിൽ ഗ്യാപ്പ് വരുന്നില്ല. ഗ്യാപ്പ് മീൻ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു പ്ലേറ്റ് നമ്മൾ ഇവിടുന്ന് എടുക്കുമ്പോൾ 3 ലെയറാണ് ഇവിടെ വരുന്നത്, കാണാൻ പറ്റുന്നുണ്ട്. ഒരു പ്ലേറ്റിൽ ഒരു ഞൊറിവ് ഇങ്ങനെ ഇടുമ്പോൾ അവിടെ 3 ലെയറാണ് വരുന്നത് അല്ലേ. ആദ്യത്തെ ഒരു ലെയർ ഇട്ട് താഴെ, അതിൻ്റെ മേലൊരു ലെയർ, അതിൻ്റെ മേലൊരു ലെയർ, അത് കഴിഞ്ഞ അവിടെ അടുത്ത പ്ലേറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത പ്ലേറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ ഇതേപോലെ തന്നെ 3 ലെയറിലാണ് ഒരു മടക്കി നമ്മൾ മടക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് 3 ലെയറാണ് നമ്മുടെ ക്ലോത്ത് മടങ്ങി നിൽക്കുന്നത്. അതുകൊണ്ടാണ് 3 ഇരട്ടിയായിട്ട് എടുക്കാൻ വേണ്ടി പറയുന്നത്, അരവണ്ണത്തേക്കാൾ 3 ഇരട്ടിയായിട്ട് എടുക്കാൻ വേണ്ടി പറയുന്നത്. ഇതിപ്പോൾ ഗ്യാപ്പ് ഇല്ലാതെ നമ്മളവിടെ മടക്കിയോണ്ട് ഇവിടെ ഒരു പ്ലേറ്റ് കഴിഞ്ഞാൽ അവിടെ അടുത്ത പ്ലേറ്റ് ഇവിടെ 3 ലെയറായിട്ട് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, അതുകൊണ്ട് ഇതന്നെ നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് പ്ലേറ്റ് ഇടുന്നത് എങ്കിൽ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നോക്കാം, ഇവിടെ ഞാനൊരു പ്ലേറ്റ് ഇട്ടു, ഇവിടെ 3 ലെയറിൽ ഇപ്പോൾ ക്ലോത്ത് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് 3 ലെയറിൽ ക്ലോത്ത് ഉണ്ട്, ഒരെണ്ണം, 2 എണ്ണം, 3 എണ്ണമായിട്ട് ഇവിടെ 3 ലെയറിൽ ക്ലോത്ത് ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് ഗ്യാപ്പ്, ഇവിടുന്ന് ഇവിടെ വരെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ അടുത്ത പ്ലേറ്റ് ഇട്ടിട്ടുള്ളത്, ഇവിടെ ഈ 3 ലെയറായിട്ട്. അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിങ്ങൾ ഈ പ്ലേറ്റ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെ മതി, നമ്മുടെ അരവണ്ണത്തിൻ്റെ 2 ഇരട്ടി ക്ലോത്ത് മതി. അതെല്ലാം ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ 3 ഇരട്ടി. ആ 3 ഇരട്ടി എന്തിനാണ് എന്നുള്ളത് മനസ്സിലായാ? എങ്ങനെയാണ് ആ 3 ഇരട്ടി അവർ ഫില്ലാവുക എന്നുള്ളത് മനസ്സിലായാ? ഒന്ന് പറയാം. പ്ലേറ്റിന് എത്ര ക്ലോത്ത് വേണ്ടി വരുന്നുണ്ട്? ഒരു ഇഞ്ചിയുടെ പ്ലേറ്റ് ആവട്ടെ, 1/2 ഇഞ്ചിയുടെ പ്ലേറ്റ് ആവട്ടെ, 3/4 ഇഞ്ചിന്റെ പ്ലേറ്റ് ആവട്ടെ, ഒരു പ്ലേറ്റ് വരുമ്പോൾ എത്ര തുണി അവിടെ പോകുന്നുണ്ട്? ഒരു ഭാഗത്ത് 3 മടക്കിൽ ക്ലോത്ത് അവിടെ പോകുന്നുണ്ട്. ഒറ്റ പ്ലേറ്റിൽ തന്നെ 3 രീതിയിലാണ് ക്ലോത്ത് അവിടെ പോകുന്നത്. 1, 2, 3, മനസ്സിലായോ? അപ്പോൾ ഇത്ര പ്ലേറ്റ് അല്ലെങ്കിൽ ഇത്ര ഇഞ്ച് നീളത്തിൽ ഇത്ര പ്ലേറ്റ് എന്നുള്ളതല്ല, ആ അരവണ്ണത്തിൻ്റെ 3 ഇരട്ടിയായിട്ടാണ് പ്ലേറ്റ് വരുന്നത്. നമ്മൾ കറക്റ്റ് ആ ഗ്യാപ്പ് ഇല്ലാതെ പ്ലേറ്റ് ഇട്ടിട്ട് ഫുള്ളാക്കി കഴിഞ്ഞാൽ
ഫുള്ളാക്കി കഴിഞ്ഞാൽ നമുക്കവിടെ തയ്യൽത്തുമ്പും കൂടി വേണം, ഈ ഭാഗത്ത് തയ്യൽത്തുമ്പും കൂടി വേണം. ഇനിയിപ്പോൾ നിങ്ങൾ ക്ലോത്തിൽ തയ്യൽത്തുമ്പ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് രണ്ട് ഭാഗത്തും കൂടി തയ്യൽത്തുമ്പ് എടുക്കാൻ പറ്റും. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. തയ്യൽത്തുമ്പോട് കൂടിയിട്ട് പ്ലേറ്റ് എടുക്കണമെന്നില്ല, ക്ലോത്ത് എടുക്കണമെന്നില്ല. മറിച്ച് രണ്ടരട്ടി എടുക്കുമ്പോൾ, അതായത് ഗ്യാപ്പിട്ടിട്ട് നിങ്ങൾ പ്ലേറ്റ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ രണ്ടരട്ടിയാണ്, അരവണ്ണത്തിൻ്റെ രണ്ടരട്ടിയാണ് വേണ്ടത്. അരവണ്ണത്തിൻ്റെ രണ്ടരട്ടി എടുക്കുമ്പോൾ തയ്യൽത്തുമ്പും കൂടി കൂടുതൽ എടുക്കണം. കാരണം വീണ്ടും അതിൽ നിന്ന് ഗ്യാപ്പിട്ടിട്ട് തയ്യൽത്തുമ്പിനായിട്ട് വീണ്ടും മാറ്റാൻ പറ്റില്ല. അപ്പോൾ രണ്ടരട്ടി ക്ലോത്ത് എടുക്കുമ്പോൾ വീണ്ടും 1 ഇഞ്ച് തയ്യൽത്തുമ്പ് രണ്ട് സൈഡിലേക്കും, അതായത് പാവടയുടെ ഈ സൈഡിലേക്കും തയ്യൽത്തുമ്പ് എടുക്കണം. അപ്പോൾ എന്തിനാണ് രണ്ടരട്ടി എടുക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മളിവിടെ ഈ പാവടനെ ഇവിടെ കൂട്ടി യോജിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഈ ഒരു രണ്ട് സൈഡിൽ സിബ് വെക്കുന്നതുണ്ട്, അതുപോലെ തന്നെ മടക്കി തയ്ച്ചിട്ട് ചരട് വെക്കുന്നുണ്ട് ഈ പാവടയ്ക്ക്. ഈ രണ്ട് ഭാഗത്ത് ചിലർ മടക്കി തയ്ച്ചിട്ട് ചരട് വെച്ചിട്ട് കെട്ടുന്നത് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഹുക്ക് വെക്കുന്നത്, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് തയ്യൽത്തുമ്പ് കുറച്ച് കൂടുതലായിട്ട് വേണം. ഈ സൈഡിലേക്കും 1 ഇഞ്ച് വേണം, ഈ സൈഡിലേക്കും 1 ഇഞ്ച് വേണം. മനസ്സിലായോ? ബാക്കി താഴേക്ക് ഇവിടെ ഇങ്ങോട്ട് ജോയിൻ ആക്കാനുള്ളൂ, അവിടെ തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ള ഡ്രസ്സിനെ സംബന്ധിച്ചിട്ട് ഈ രണ്ട് ഭാഗത്തൊന്നും മുട്ടാനല്ലേ, അതിന് 4 ഇഞ്ച് തയ്യൽത്തുമ്പ് പോരെ എന്ന് ചിന്തിക്കരുത്. അതും 3 ഇരട്ടി ക്ലോത്ത് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയുക, തയ്യൽത്തുമ്പ് അത്ര കൂടുതൽ എടുക്കണമെന്നില്ല. രണ്ടരട്ടി ഞൊറിവിന് വേണ്ടി 2 ഇരട്ടി എടുക്കുമ്പോൾ തയ്യൽത്തുമ്പ് കൂടുതൽ എടുക്കാൻ വേണ്ടി മറക്കരുത്. കാരണം ഒന്നാമത് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞൊറി വെക്കുന്നത്, അതിൽ കൂടെ വീണ്ടും തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് ഈ ഗ്യാപ്പിൽ നിന്ന് വീണ്ടും കുറച്ച് തയ്യൽത്തുമ്പ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ തയ്യൽത്തുമ്പ് എക്സ്ട്രാ കൂടുതൽ തന്നെ എടുക്കണം. മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, അരവണ്ണം പ്ലസ് അത് നീളം എഴുതി വെക്കാം. പട്ടുപാവടയുടെ സ്കേർട്ടിൻ്റെ പാർട്ട് എന്നുള്ള രീതിയിൽ ഒരു ഹെഡിങ് ഇട്ടിട്ട് ആവശ്യമായിട്ടുള്ള അളവുകൾ ഏതൊക്കെയാണ് വേണ്ടത്, ആവശ്യമായിട്ടുള്ള അളവുകൾ അരവണ്ണം പിന്നെ പാവടയുടെ ലെങ്ത്, ഈ 2 എണ്ണം മാത്രം മതി. ഓക്കെ, ആ 2 എണ്ണത്തിൽ കൂടി പിന്നെ വരുന്നത് നീളത്തിൽ നിന്നും തയ്യൽത്തുമ്പ് കൂടുതൽ എടുക്കുക എന്നുള്ളതാണ്. അത് ചില പട്ടുപാവടക്കും 1 ഇഞ്ചോളം തയ്യൽത്തുമ്പ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ബാൻഡ് അതൊക്കെ പിന്നെ എഴുതാം. നീളത്തിൻ്റെ കാര്യം പിന്നെ എഴുതാം, വീതിയുടെ കാര്യം എഴുതി വെക്കാം. എത്രയാണോ ചുറ്റളവ് കിട്ടിയത്, അരവണ്ണത്തിൻ്റെ ചുറ്റളവ് എത്രയാണോ കിട്ടിയത് അതിൻ്റെ 3 ഇരട്ടി ക്ലോത്ത് ഞൊറിവിന് വേണ്ടി, സ്കേർട്ട് പാർട്ടിൽ ഞൊറിവിടാൻ വേണ്ടിയിട്ട് എടുക്കണം. ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ഞൊറിവാണ് ആവശ്യമെങ്കിൽ 2 ഇരട്ടിയായിട്ട് ക്ലോത്ത് എടുക്കണം, പ്ലസ് തയ്യൽത്തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. തയ്യൽത്തുമ്പ് ഓരോ ഇഞ്ച് ഓരോ ഭാഗത്തും, അതായത് സ്കേർട്ട് പാർട്ടിൻ്റെ 2 അറ്റത്തേക്കും ഓരോ ഇഞ്ച് വീതം തയ്യൽത്തുമ്പ് എടുത്ത് കൊടുക്കണം. അത് 2 ഇരട്ടി ക്ലോത്ത് എടുക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടും പ്രത്യേകിച്ച് 2 രീതിയിൽ തന്നെ മാറ്റി എഴുതി വെക്കാം. ഡൗട്ടുള്ളത് ചോദിക്കാം. ഉണ്ടാവും. 10 വയസ്സായ കുട്ടിക്കുള്ള എത്ര മീറ്റർ തുണി വേണമെന്ന് ചോദിച്ചില്ലേ. ഒരു നോർമൽ ബോഡി ഉള്ള ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു 2 മീറ്റർ ആയിട്ട് ക്ലോത്ത് മതിയാവും. പിന്നെ 10 വയസ്സിൽ തന്നെ സൈസ് വ്യത്യാസമുള്ളവരുണ്ടാവും. 10 വയസ്സിൽ മെലിഞ്ഞ കുട്ടികളും തടിച്ച കുട്ടികളും ഒക്കെ ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നീളം കൂടിയതും കുറഞ്ഞതും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ അളവ് എടുത്തിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും ബെറ്റർ. രണ്ടുണ്ട്. അവിടെ മാത്രം ഇട്ടിട്ട് പോകാൻ പറ്റുള്ളൂ, കുപ്പായണ്ടേ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ ഡൗട്ട് ചോദിക്കുക. എന്നാൽ ഈ ഒരു ക്ലാസ്സിൽ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അടുത്ത ക്ലാസ്സിൽ എടുക്കുള്ളൂ. ഓക്കെ, പിന്നെ ഡൗട്ടൊന്നുമില്ല പാവടയുടെ കാര്യത്തിൽ. പാവടയ്ക്ക് ആവശ്യമായിട്ടുള്ള അളവുകൾ ഒന്ന് ലെങ്ത്തും ഒന്ന് വിടുത്തും, അതായത് വീതിയും മാത്രമേ ഉള്ളൂ. അതിൽ ലെങ്ത്ത് പ്ലസ് തയ്യൽത്തുമ്പ് കൂട്ടിയെടുക്കണം. മോഡൽ ബാൻഡിൻ്റെ വീതിക്കനുസരിച്ചിട്ടാണ് ലെങ്ത്തിൻ്റെ തയ്യൽത്തുമ്പ് കൂട്ടിയെടുക്കുക. വീതി ബാൻഡിന് 1 ഇഞ്ച് എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ മൊത്തം വീതിയിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് വേണം പിന്നെ തയ്യൽത്തുമ്പിൻ്റെ കൂടുതൽ എടുക്കാൻ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞാൽ പിന്നെ ഇടാന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ മെയിനായിട്ടുള്ളത് വീതിയുടെ കാര്യമാണ്. എന്താ പറയുക, നമ്മുടെ അരവണ്ണത്തിൻ്റെ 3 ഇരട്ടി ആയിരിക്കണം പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട്, ഞൊറിവ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത് എടുക്കേണ്ടത്. ഓക്കെ, ഒരാൾ ചോദിച്ചു എത്ര മീറ്റർ ആണ് വേണ്ടതെന്നുള്ളത്. ഞാൻ ഒരു കണക്ക് പറഞ്ഞിട്ടെ. ഒരു കുട്ടിയുടെ ചുറ്റളവ് 20 ഇഞ്ചാണെന്ന് കരുതാം. എവിടുത്തെ അരവണ്ണത്തിൻ്റെ ചുറ്റളവ് 20 ഇഞ്ചാണെന്ന് കരുതാം. അപ്പോൾ നമുക്ക് 3 ഇരട്ടിയല്ല, അതിൻ്റെ 3 ഇരട്ടിയല്ലേ ക്ലോത്ത് വേണ്ടത്. ഈ 20 ഇഞ്ച് എന്ന് പറയുന്നത് 1/2 മീറ്ററാണ്. 20 ഇഞ്ച് എന്ന് പറയുന്നത് 39.5 40 39 ഇടയിലുള്ള ഒരു അളവാണ് 1 മീറ്റർ ക്ലോത്ത് എന്ന്. 1 മീറ്റർ എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ പ്രകാരം 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ. ഇഞ്ച് പ്രകാരം 40 അല്ലെങ്കിൽ 39. അപ്പോൾ ഈ അരവണ്ണത്തിൻ്റെ ഇപ്പോൾ 20 ഇഞ്ചാണോ ഒരു അരവണ്ണം കിട്ടിയത് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണ്ടി വരും? തുണി പാവടയ്ക്ക് എത്ര വേണ്ടി വരും എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ എടുക്കേണ്ടി വരും? 1.5. അതായത് 20 അര മീറ്റർ ആണ് അല്ലേ. 20 കൂടി വീണ്ടും ഒരു 2 ഇരട്ടി ക്ലോത്ത് ആകുമ്പോൾ 1 മീറ്റർ ആയി. അതിൽ കൂടെ വീണ്ടും ഒരു അര മീറ്റർ കൂട്ടണം, അങ്ങനെയല്ലേ 3 ഇരട്ടി കിട്ടുള്ളൂ. അപ്പോൾ 1.5 മീറ്റർ പാവടയ്ക്ക് മാത്രം വേണ്ടി വന്നു. അതിൻ്റെ 2, അതായത് പ്ലേറ്റ് വീതി കുറഞ്ഞ പ്ലേറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? അതായത് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ പ്ലേറ്റ് ഇടുന്നു അല്ലേ, അങ്ങനെ രീതിയിൽ എടുക്കണമെങ്കിൽ ചുരുങ്ങിയത് 2 ഇരട്ടി വേണ്ടി വരും. അപ്പോൾ 1 മീറ്ററും
പ്ലസ് തയ്യൽ തുമ്പും കൂടുതലാണ് വേണ്ടത്. ഏകദേശം ഒരു 1.25 ഉള്ളിലായിട്ട് എടുത്താൽ മതിയാവും അതിന് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ്. ഇപ്പോൾ നമുക്കാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ അരവണ്ണം ഒരു 30 ഇഞ്ചിലൊക്കെ 32 ഇഞ്ച് അരവണ്ണം. 32 ഒന്നും കണ്ടാൽ പോരാ, 34 ഉണ്ടാവും, 35 36 ഉണ്ടാവും. ഒരു 36 ഇഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 ഇരട്ടി ക്ലോത്ത് ആയിട്ട് ഞാൻ കുറച്ച് വലിയൊരാളല്ലേ, അപ്പോൾ എനിക്ക് വല്ലാണ്ട് ഞൊറിവ് ഇട്ടിട്ട് വേണം, അതായത് ഗ്യാപ്പ് ഇല്ലാതെ ഞൊറിവ് വേണമെന്നില്ല, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഞൊറിവ് മതി. അങ്ങനെ വരുമ്പോൾ ഞാൻ 2 ഇരട്ടി ക്ലോത്താണ് എടുക്കുക. 36 + 36 എന്ന് പറയുമ്പോൾ എത്ര ഇഞ്ചായി എന്നറിയോ? 3/4 മീറ്ററിൽ മേലെയായി. ഒരു മീറ്ററിന് 4 ഇഞ്ചിൻ്റെ കുറവേ വരുന്നുള്ളൂ അല്ലേ, 4 ഇഞ്ചിൻ്റെ കുറവ്. അപ്പോൾ അത് 1 മീറ്റർ ആയിട്ട് തന്നെ കണക്കാക്കേണ്ടത്. അപ്പോൾ എനിക്ക് 2 ഇരട്ടി ആയിട്ടാണ് ക്ലോത്ത് വേണ്ടത്. അപ്പോൾ 2 മീറ്റർ ആയിട്ട് എനിക്ക് ഞൊറിവ്, അതായത് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഞൊറിവ് ഇടുന്നത് കേട്ടോ. അപ്പോൾ 2 മീറ്റർ ക്ലോത്ത് വേണ്ടി വന്നു എനിക്ക് താഴത്തെ ഇതിനനുസരിച്ചിട്ട്. പിന്നെ അതുകൊണ്ട് മാത്രം നോക്കാൻ കാര്യമാവില്ല, അത് ലെങ്ത്ത്, ക്ലോത്തിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിട്ട്. ലെങ്ത്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബാൻഡിൻ്റെ അവിടെ എന്തുണ്ടാവില്ല, നമുക്ക് മേലേക്ക് ഒരു പട്ട വെക്കണ്ടേ, ആ പട്ടക്ക് അവിടെ എന്ത് തികയില്ല, ക്ലോത്ത് തികയില്ല. അപ്പോൾ എന്ത് വേണ്ടി വന്നു? 2.25 മീറ്റർ തന്നെ വേണ്ടി വന്നു. ക്ലിയർ അല്ലേ? അടിക്കണ വീഡിയോ ആയിരിക്കും. ജസ്റ്റ് ഇന്നിപ്പോൾ ഇത് മാത്രം ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് ഈ ചെയ്തതുപോലെ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് വെച്ച് നോക്കി നോക്കുക. അത് ഓക്കെ ആണോ, നിങ്ങൾക്ക് അങ്ങനെ ഓക്കെ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കി നോക്കുക. പിന്നെ വേറെ മോഡൽ ഉണ്ടല്ലോ, അങ്ങനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആക്കിയിട്ട് ഇങ്ങനെ ഒരു ഞൊറിവ് എന്താ യൂണിഫോമിന്റെ ഒക്കെ, അതിന് എങ്ങനെയാ മീറ്റർ? അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അതിനും ഇതേ സെയിം തന്നെയാണ്. അതിന്റെ പ്ലേറ്റിലും കണ്ടിട്ടില്ലേ, 3 അഴയായിട്ടാണ് കിടക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തോട്ട് 3 അഴയായിട്ടാണ് കിടക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബോക്സ് പ്ലേറ്റ് എന്നാണ് അതിന് പറയാം. ബോക്സ് പ്ലേറ്റ് ആണത്. ഒരു ഭാഗത്ത് തന്നെ ബോക്സ് ആയിട്ട് നിൽക്കും, അതിൻ്റെ ഉള്ളിലേക്ക് 2 മടക്കായിട്ട്. അതായത് ഈ ക്ലോത്ത് ഇതിന്റെ സെന്റർ ഭാഗം, ഇതിന്റെ സെന്റർ ഭാഗത്ത് നിന്ന് നമ്മളൊരു നിശ്ചിത അളവ് അവിടെ കണക്കാക്കുകയാണ്. ഇവിടെയും ഇത് കണ്ടല്ലേ, ഇത് സെന്റർ ഭാഗം. ഇവിടെ ഒരു പ്ലേറ്റ് അല്ല, ഇവിടെ ഒരു നിശ്ചിത അളവ്, 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ, സോറി 1 ഇഞ്ചോ 1.5 ഇഞ്ചോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും. അതേപോലെ അളവെടുത്തതിന് ശേഷം ഇപ്പം ഇതിനെ നമ്മൾ ഈ ഭാഗത്തുള്ളതിനെ മടക്കി വെച്ചു. മടക്കിയിട്ട് ഈ സെന്ററിൽ, ഈ ആദ്യത്തെ സെന്റർ ഭാഗം ഉണ്ടല്ലോ, അതിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. കണ്ടില്ലേ, ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു പ്ലേറ്റ് ഇട്ടുണ്ടല്ലോ, ആ പ്ലേറ്റിനെ അതേപോലെ മടക്കുന്നത്. എന്നിട്ട് ഇതേപോലെ തന്നെ സെന്റർ, നമ്മുടെ മെയിൻ സെന്റർ ഉണ്ടല്ലോ, ആ സെന്ററിലേക്ക് മടക്കി വെക്കുന്നു. ഇതിനെ ബോക്സ് പ്ലേറ്റ് എന്നാണ് പറയാം. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവും. പേപ്പർ ആണ്ട് നിങ്ങൾക്ക് കാണൂലേ? ആ ഉദ്ദേശിച്ചത് തന്നെ അല്ലേ? അല്ലേ? അപ്പോൾ ഇവിടെ വരുന്ന ക്ലോത്തിന്റെ എന്താ പറയുക, ലെയർ നോക്കി നോക്കാം. 1 2 3 ലെയർ ആയിട്ടാണ് വരുന്നത്, ആ വീതിക്കനുസരിച്ചിട്ട്. ബോക്സ് പ്ലേറ്റിനൊക്കെ എത്ര എങ്ങനെ നോക്കുകയാണെങ്കിലും ബോക്സ് പ്ലേറ്റ് എടുക്കുമ്പോൾ ഇതേപോലെ എടുക്കണം. കാരണം ബോക്സ് പ്ലേറ്റിൽ എന്തില്ല, ഗ്യാപ്പ്. നമുക്ക് നോർമൽ പ്ലേറ്റിന് ഗ്യാപ്പ് ഇടാൻ പറ്റും, ബോക്സ് പ്ലേറ്റിന് ഗ്യാപ്പ് ഇടാൻ പറ്റില്ല. ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബോക്സ് വരുന്നതാണ്. അതുകൊണ്ട് എന്ത് പറ്റില്ല, നമ്മുടെ ഇഷ്ടത്തിന് തുണി കുറച്ച് കൂടുതലോ കുറവോ എടുക്കാൻ പറ്റില്ല, കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും. 3 ഇരട്ടി ആയിട്ട് തന്നെ എടുക്കണം. പ്ലസ് തയ്യൽത്തുമ്പം കൂടുതൽ എടുക്കണം. സൈഡ് ഭാഗം ജോയിൻ ചെയ്യാൻ തയ്യൽത്തുമ്പം കൂടുതൽ എടുക്കേണ്ടി വരും. ക്ലിയർ അല്ലേ? ചെറിയ അത് നോർമൽ അവിടെ തന്നെ പറഞ്ഞത്. അത് നമ്മുടെ ഞൊറിവിന്റെ വീതിയല്ല നമ്മളവിടെ കണക്കാക്കുന്നത്. ഞൊറിവിന്റെ വീതി ചിലപ്പോൾ 6 ഇഞ്ചിൽ വീതി എടുക്കുന്നത്. ഞൊറിന്റെ വീതി ഇപ്പോൾ ഇതിപ്പോൾ വീതി കൂടുതലാണ്. ഇതേപോലെ തന്നെ വരും. ഇപ്പം നമ്മൾ വീതി കുറച്ചിട്ട്, ഇതിപ്പോൾ വീതി കുറഞ്ഞതാണ്, കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ എന്താക്കുകയാണ്, അടുത്ത ഞൊറിവ് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഗ്യാപ്പ് വരുന്നുണ്ട് ഇതിൽ. പക്ഷേ എങ്കിലും ഈ ചെറിയ ഗ്യാപ്പാണെങ്കിലും, അത് ചെറിയ ഞൊറിവാണെങ്കിലും ഇവിടെ എന്ത് വരുന്നുണ്ട്, 3 ലെയർ ആയിട്ടാണ് ആ ചെറുതിലും ക്ലോത്ത് നിൽക്കുന്നത്. 3 ലെയർ ആയിട്ട് തന്നെയാണ്. കണ്ടില്ലേ? ചെറിയ പ്ലേറ്റ് ആണെങ്കിലും വലിയ പ്ലേറ്റ് ആണെങ്കിലും എന്താണ്, ചെറിയൊരു ഗ്യാപ്പിൽ അടുത്ത പ്ലേറ്റ് വരുന്നില്ലേ? ഇതിപ്പോൾ വലിയ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിലോ ഒറ്റ പ്ലേറ്റ് കൊടുക്കണേ, ആ ഒരു ഭാഗം കവറായി. ഒറ്റ പ്ലേറ്റ് കൊടുക്കണ കവറായി. നമ്മൾ ചെറുതെടുക്കുമ്പോൾ ആ ഒരു ഭാഗം തന്നെയാണ് അവിടെ കവർ ആവുന്നത്. 2 പ്ലേറ്റ് വരുന്നതേ ഉള്ളൂ. തുണി ഒരേ അളവിൽ തന്നെയാണ് പോകുന്നത്. 2 പ്ലേറ്റ് വന്നെന്ന് കരുതി ക്ലോത്ത് കൂടുതലോ കുറവോ വരുന്നില്ല. ഒറ്റ പ്ലേറ്റ് വീതിയിലൊന്ന് വെച്ചെന്ന് കരുതിയിട്ടും ക്ലോത്ത് കൂടുതലോ കുറവോ വരുന്നില്ല. ക്ലിയർ ആയോ? അത് ഭംഗി, ഈ പ്ലേറ്റിന്റെ വീതി കുറക്കുന്നതും കൂട്ടുന്നതും നമ്മുടെ ചുരിദാറിന്റെ നമ്മുടെ ആ പാവയുടെ ഭംഗി കഴിച്ച് കുട്ടികളുടെ എന്താ പറയുക വലിപ്പത്തിനനുസരിച്ചിട്ട്, നമ്മൾ എടുക്കുന്ന കളറിനനുസരിച്ചിട്ടൊക്കെയാണ് അതിന്റെ പ്ലേറ്റിൽ വലിപ്പ വ്യത്യാസങ്ങൾ വരുന്നത്. ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പ്ലേറ്റിന്റെ വലിപ്പം കൂടിയാലും കുറഞ്ഞാലും പാവടയുടെ നമ്മൾ എടുക്കുന്ന നീളത്തിന്റെ അളവിൽ വ്യത്യാസം വരുന്നില്ല. ക്ലിയർ ആണോ? ഓക്കെ. 4 വയസ്സുള്ള കുട്ടിക്ക് 2 മീറ്റർ തുണിയൊക്കെ മതി, മതിയാവും, ധാരാളമാണ്, അത് മതിയാവും. പിന്നെ ഈ പറഞ്ഞതുപോലെ താഴത്തെ വർക്കായിട്ട് വരുന്നതുണ്ടല്ലോടാ, എനിക്ക് നേരത്തെ കാണിച്ചു തന്നല്ലോ. ഇങ്ങനെയുള്ളതായിട്ട് വരുമ്പോൾ ആ അളവിനനുസരിച്ചിട്ട് തന്നെ എടുക്കേണ്ടി വരും. മറിച്ച് പ്ലെയിൻ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ, ഇത് പ്ലെയിൻ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാം. ഇങ്ങനെ 2 ലെയറിൽ കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 1.5 മീറ്റർ കൊണ്ടൊക്കെ കാര്യം കഴിയും.
മറിച്ച് വർക്കുള്ള ക്ലോത്തുകൾ വരുമ്പോൾ എന്തായാലും ആ ഭാഗത്ത് കൂടെ തന്നെയല്ല കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിനനുസരിച്ചിട്ട് നോക്കിയെടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് ചോദിച്ചറിയാം. എഴുതി തന്നെ വേണം കേട്ടോ, ആ അളവ് ഈ പറഞ്ഞ അളവ് എഴുതി തന്നെ വേണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടേ? ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? വർക്ക് കാര്യങ്ങളൊക്കെ ഈ ഗ്രൂപ്പ് അല്ലേ, ഗ്രൂപ്പ് നമ്മൾ ചെയ്യുന്ന നമ്മള് ചെയ്യുന്ന ഡൗട്ട് ക്ലിയർ ചെയ്യാനേ ഏത് ഗ്രൂപ്പിലാണ്? പ്രൈവറ്റ് ആയിട്ട് എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അയച്ചാലും ഗ്രൂപ്പിലോ വെക്കും. അതേപോലെ തന്നെ ആരെങ്കിലും ചോദിക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നേരിട്ട് ചോദിക്കാമല്ലോ. നമ്മൾ ഒരുവിധം ഗ്രൂപ്പുകളൊക്കെ ബ്രോഡ്കാസ്റ്റ് ആക്കി കഴിഞ്ഞു, ഇനിയും കുറേ ഗ്രൂപ്പുകൾ ബ്രോഡ്കാസ്റ്റ് ആക്കണം. കേട്ടില്ല. ഡിസൈനിന്റെ